ഹലോ കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. മാലയോഗത്തിൽ ഇപ്പം എന്താണ് സംഭവിച്ചത്? ഒരു അൺഎക്സ്പെക്റ്റഡ് താലികെട്ട് അങ്ങോട്ട് നടന്നു അല്ലേ? അതിപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലേലും എന്താണ്, ഉണ്ണിമായ വിഘ്നേഷിൻ്റെ ഭാര്യയാണ്. അത് സത്യമല്ലേ? ഇനി മുന്നോട്ട് എങ്ങനെയാ എന്താ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അത് നിങ്ങൾ കാത്തിരുന്ന് കേൾക്കണം കേട്ടോ. മാലയോഗത്തിൻ്റെ 40-ാം ഭാഗമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. മാലയോഗം ഭാഗം 40. അവരുടെ നോട്ടത്തിൻ്റെ ധ്വനി മനസ്സിലായതും വിഘ്നേഷിൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. കയറി ചെന്ന സ്റ്റേജിൻ്റെ ഭിത്തിയിൽ അലങ്കരിച്ചെഴുതിയ പേരുകൾ കണ്ട് ഉണ്ണിമായുടെ നെഞ്ചം വിങ്ങി. വിഘ്നേഷ് അയ്യർ ബെഡ്സ് സമുദ്ര ശിവാംഗി. സ്റ്റേജിൽ വിഘ്നേഷിൻ്റെ അരികിൽ എന്നാൽ കുറച്ചകലെയായി നിൽക്കുന്ന ഉണ്ണിമായ സമുദ്ര അല്ലെന്നും ആണെന്നും അറിയുന്നവർ ആ സദസ്സിലുണ്ട്. പലരുടെ മുഖഭാവത്തിൽ നിന്നും അത് വായിച്ചെടുക്കാനും അനായാസം കഴിയും. മിഴി ഉയർത്തി മുമ്പിൽ ഇരിക്കുന്നവരെ നോക്കാനുള്ള ധൈര്യം അതുവരെ സംഭരിച്ചിട്ടില്ലാത്ത ഉണ്ണിമായ ഏറെ നേരം ആ നിൽപ്പ് തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞതും ആളുകൾ ഫോട്ടോ എടുപ്പിനും പരിചയപ്പെടാനും അരികിൽ വരാൻ തുടങ്ങിയപ്പോൾ അവൾ മുഖമുയർത്തി. ബാങ്കിലെയും തിയേറ്ററിലെയും ജീവനക്കാർ അന്തം വിട്ടു നിൽപ്പുണ്ട്. നെറ്റിച്ചുളിച്ചുള്ള രജനീഷിൻ്റെ നോട്ടം കണ്ടതും ഉണ്ണിമായ തല താഴ്ത്തി. എല്ലാവർക്കും മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കേണ്ടി വന്ന ഗതിയോർത്ത് നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്നു മരിച്ചു പോയെങ്കിൽ എന്ന് ആശിച്ചു പോയവൾ. വാട്ട്സ് ഗോയിങ് ഓൺ? സാറും ഉണ്ണിമായും തമ്മിൽ ഇങ്ങനൊരു റിലേഷൻ? സാറിന് വേണ്ടി പറഞ്ഞു വെച്ച പെൺകുട്ടി എവിടെ? എന്തെങ്കിലും ഇഷ്യൂസ്? കൈ കുടഞ്ഞ് നെഞ്ചിലേക്ക് അമർത്തിക്കെട്ടി രജനീഷ് നിമിഷയുടെ മുമ്പിൽ വഴി തടഞ്ഞു നിന്നു. മുഹൂർത്തം സമയമായിട്ടും അവർ വന്നില്ല. കല്യാണം മുടങ്ങുമെന്ന് ഭയന്ന് സാറിൻ്റെ അമ്മ നിർബന്ധിച്ചു ഉണ്ണിമായുടെ കഴുത്തിൽ താലി കെട്ടിച്ചു. അത്രയും അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊപ്പിക്കാൻ നിമിഷ നന്നേ പാടുപെട്ടു. വാട്ട് എ ട്വിസ്റ്റ്! ഒരു വിവാഹം നടക്കാനൊക്കെ ഇത്ര പാടുള്ളൂ. എന്നാൽ അവർ നല്ല ജോഡിയാണ് കേട്ടോ. രജനീഷ് കൈകൊണ്ടൊരു തംസപ്പ് കാണിച്ച് സ്റ്റേജിൽ തകർന്നു നിൽക്കുന്നവരെ ഒന്നുകൂടെ നോക്കി. നിമിഷയും അപ്പുവും സ്റ്റേജിൽ കയറി വന്നതും ഉണ്ണിമായ അപ്പുവിനെ നെഞ്ചോട് ചേർത്തു. അവർ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായെന്ന് ഉണ്ണിമായക്കുള്ളിൽ സ്ഫുരിച്ചു. നിമിഷേ, നമുക്ക് പോകാം. എനിക്ക് ആകെ പേടിയാകുന്നു. മുങ്ങിത്താഴുമ്പോൾ രക്ഷപ്പെടാൻ കിട്ടിയ പിടിവള്ളിയായി നിമിഷയുടെ കരങ്ങളിൽ ഉണ്ണിമായ മുറുകെ പിടിച്ചു. എടാ, കല്യാണത്തിന് പങ്കെടുക്കാൻ വന്ന നീ ഇപ്പോൾ കല്യാണപ്പെണ്ണാ? വിക്കി സാറിൻ്റെ ഭാര്യ. ഹേ! നിമിഷ അങ്ങനെ എടുത്തങ്ങ് പറഞ്ഞപ്പോൾ ഉണ്ണിമായ നെട്ടിത്തെറിച്ചു. വെങ്കിടി കഴിക്കാൻ വേണ്ടി രണ്ടുപേരെയും വിളിച്ചു ഇറക്കിക്കൊണ്ടുപോയപ്പോൾ വിഘ്നേഷ് തലവേദനയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും മാറി. സുബ്ബലക്ഷ്മിക്കും ഭാഗ്യത്തിനും നൽകിയ സീറ്റിൻ്റെ അരികിലായിട്ട് മടിയോടെയാണെങ്കിലും ഉണ്ണിമായ ഇരുന്നു. ചോറിടാൻ വന്ന പയ്യനോട് അല്പം മതിയെന്നും പറഞ്ഞ് കുറച്ചേ ഇലയിലിട്ടതുള്ളൂ. അതിൽ നിന്ന് ഒരു പിടി ചോറ് അവൾ വാരി ഉണ്ടു. വിഘ്നേഷ് സാറിൻ്റെ കല്യാണത്തിന് വന്നിട്ട് സദ്യ കഴിക്കുന്നതിനെ പറ്റി നിമിഷയും അവളും വാചാരരാകാറുള്ളത് ഉണ്ണിമായ വ്യസനത്തോടെ ഓർത്തു. നാക്കിലയിൽ 10 കൂട്ടം കൂട്ടാനും കറികളും അത്ര തന്നെ പായസങ്ങളും ഉണ്ടായിരുന്നു. ഇത്തിരി നേരം ആ ഇലക്ക് മുമ്പിൽ ഇരുന്ന് അവൾ എഴുന്നേറ്റ് പോയി കൈ കഴുകി. കൊച്ചേ, ആ ചെക്കൻ കെട്ടാൻ നോക്കി വെച്ചത് നിന്നെ അല്ലായിരുന്നല്ലോ. കൈ കഴുകി തിരികെ വരുമ്പോൾ ഒരു സ്ത്രീ എളിയിൽ കൈകുത്തി അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ആ നോട്ടത്തിൽ ഉരുകി ഉണ്ണിമായ പരുങ്ങി നിന്നു. വീണ്ടും അവരാ ചോദ്യം ആവർത്തിച്ചപ്പോൾ നിമിഷയും അത് കേട്ടു. ചേച്ചിയുടെ ഏത് ഡൗട്ടും ദേ ആ ഇരിക്കുന്ന അമ്മ തീർത്തു തരും. ദൂരെ ഇരിക്കുന്ന സുബ്ബലക്ഷ്മിയെ നിമിഷ ചൂണ്ടിക്കാണിച്ചു. ആ സത്തത്തിനോട് മനുഷ്യനായി പിറന്നവർ മിണ്ടുമോ? ആ സ്ത്രീ മുഖം വെട്ടിച്ചു നടന്നു. ഭീതിയോടെ ആ പോകുന്ന സ്ത്രീയെ എത്തി നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ നിമിഷക്ക് അലിവ് തോന്നി. വൈകുന്നേരത്തോടെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്നും പിരിഞ്ഞു. വിഘ്നേഷിൻ്റെ വീട്ടിലേക്ക് കാർ വന്ന് നിർത്തിയപ്പോൾ ഉണ്ണിമായുടെ ഹൃദയം പെടപെടാ മിടിച്ചു. നിറവിളക്കും പിടിച്ച് സുബ്ബലക്ഷ്മി ഉമ്മറവാതിൽ കടന്ന് വരുന്നുണ്ടായിരുന്നു. തൻ്റെ അരികിൽ നിൽക്കുന്നത് സമുദ്ര ആയിരുന്നെങ്കിൽ എന്ന് വിഘ്നേഷ് അതിയായി ആശിച്ചു പോയി. ആ തീരാനഷ്ടം
അവൻ്റെ ഹൃദയത്തിൽ കുത്തി നോവിച്ചു കൊണ്ടിരുന്നു. സുബ്ബലക്ഷ്മി നീട്ടിയ നിറവിളക്ക് കയ്യിലേന്തി ഉണ്ണിമായ പടികൾ കയറുമ്പോൾ കൂടെ വിഘ്നേഷ് ഉണ്ടായിരുന്നില്ല. തിരി തെളിയിച്ച വെച്ച ഗണപതി ഭഗവാന്റെ ഫോട്ടോക്കരികിൽ വിഘ്നേഷിൻ്റെയും വെങ്കിടിയുടെയും അതേ ഛായയിലുള്ള ഒരാളുടെ ഫോട്ടോ മാലയിട്ട് തൂക്കി വെച്ചിട്ടുണ്ട്. ആ വിളക്ക് അവിടെ വെച്ച് പ്രാർത്ഥിച്ചോളൂ, അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സുബ്ബലക്ഷ്മി പറയുന്നത് കേട്ടുകൊണ്ട് അവൾ കൈകൾ കൂപ്പി നിന്ന് മിഴികൾ അടച്ചു. എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ അവളുടെ മനസ്സ് പതറി. ഉണ്ണിമായ, ഞങ്ങൾ ഇറങ്ങുക. പൂജാമുറിക്കരികിൽ വന്ന നിമിഷ അവളെ വിളിച്ചു. നേരെ ഒത്തിരി ഇരുട്ടി. ഇവിടെ നിന്ന് ഒരു ഓട്ടോക്ക് വീട്ടിൽ പോയിക്കോളാം. അപ്പോൾ എൻ്റെ കൂടെ നിന്നോളും, ഞാൻ നോക്കിക്കോളാം. കരങ്ങൾ കവർന്ന് ഉണ്ണിമായയുടെ മിഴികൾ നോക്കി പറയുന്നത് കേട്ട് അവൾ കരഞ്ഞു. അവൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ആ കരച്ചിലോട് കൂടെ തന്നെ ഉണ്ണിമായ തലയാട്ടി. അപ്പുവിനെ വാരിപ്പുണർന്നു അവൻ്റെ കവിളിൽ നിറയെ ഉമ്മ നൽകി. വിഘ്നേഷ് വന്നിറങ്ങിയതും മുറിയിൽ കയറി പോയിരുന്നു. ശിവാംഗിയും അവളുടെ വീട്ടുകാർ നമ്മളോട് ചെയ്ത കൊള്ളരുതായ്മയ്ക്കും കൊടും ചതിക്കും അവരോട് പകരം ചോദിക്കുക തന്നെ വേണം. വെങ്കിടിയുടെ മുഖം ശോഭിച്ചു. അവൻ ഉമ്മറ കസേരയിലേക്ക് അമർന്നിരുന്നു. അവൻ കൂടെ നിൽക്കുന്ന ഭാഗ്യത്തിനെയും അച്ഛനെയും നോക്കി. കൂടെ പിറപ്പിൻ്റെ ദയനീയ മുഖം മനസ്സിൽ ഓർക്കവേ ഇരിപ്പുറക്കാതെ അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. മോളെ, നീ ആ കുട്ടിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്ക്. ആ കുട്ടിക്ക് ഇവിടെ പരിചയമില്ലല്ലോ. ഇടറുന്ന സ്വരത്തോടെ ഭാഗ്യത്തിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് അവൾ തലയാട്ടി അകത്തേക്ക് പോയി. അപ്പൂപ്പൻ്റെ മീശ വലിച്ചു. ശാലിനി അയാളുടെ മടിയിലിരുന്നു. ഭാഗ്യ അകത്തെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ പൂജാമുറിയിൽ നിന്നിറങ്ങുന്ന ഉണ്ണിമായയെയും സുബ്ബലക്ഷ്മിയെയും കണ്ടു. ഉണ്ണിമായ, വരൂ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. അവളുടെ വലത് കൈത്തണ്ടയിൽ പിടിച്ചു ഭാഗ്യ മുന്നോട്ട് നടന്നപ്പോൾ മരം കൊണ്ടുള്ള മേൽക്കൂരയിൽ പണിത ആ വലിയ വീടിൻ്റെ കാഴ്ചകളിലേക്ക് അവളുടെ മിഴികൾ പാഞ്ഞു. എങ്ങോട്ടാണെന്നറിയാതെ അവളും നടന്നു. മുകളിലാണ് മുറി. വാ ഉണ്ണിമായ. മരത്തിൽ തീർത്ത വലിയ പടിക്കെട്ടുകൾ കയറുന്നവളെ സങ്കോചത്തോടെ നോക്കി താഴെ തന്നെ നിൽക്കുന്ന ഉണ്ണിമായയെ അവൾ വിളിച്ചു. പടി കയറി ചെന്നാൽ വലിയ ഹാളാണ്. അവിടെ 2 മുറികൾ കണ്ടു. ഒന്നടഞ്ഞു കിടക്കുന്നുണ്ട്. അടഞ്ഞു കിടക്കുന്ന മുറിക്ക് നേരെ ഭാഗ്യ അവളെ വിളിച്ചു കൊണ്ടുപോയപ്പോൾ മനസ്സും ശരീരവും വിറക്കാൻ തുടങ്ങി. കാരണം അതിനകത്ത് വിഘ്നേഷ് ഉണ്ടാകുമെന്ന് അവൾ ഊഹിച്ചിരുന്നു. വാതിൽ തുറക്കുമ്പോഴുള്ള അവൻ്റെ പ്രതികരണമോ അവഗണനയോ നേരിടേണ്ടി വരുമോ എന്ന് അവൾ ശങ്കിച്ചു. വാതിൽ അകത്ത് നിന്ന് ലോക്കാണെന്നും അറിഞ്ഞതും ഭാഗ്യ കതകിൽ തട്ടി വിളിച്ചു. വിഘ്നേഷ് ഉടനെ തന്നെ വാതിൽ തുറന്നു കൊടുത്തു. ജനലോരം പോയി നിന്നു. ഇനി അവൻ മുറിയിൽ കയറി ജീവനെടുക്കുമോ എന്ന് ആദ്യ കയറി അവിടെ ഒരു ബഹളം കാണാൻ വയ്യെന്ന് ഓർത്താണ് അവൻ വേഗം വാതിൽ തുറന്നതും. വിക്കി, ഉണ്ണിമായ ഒന്ന് ഡ്രസ്സ് മാറിക്കോട്ടെ. ഭാഗ്യ മുറിയിലേക്ക് പ്രവേശിക്കാതെ വാതിലിനരികിൽ നിന്ന് പറഞ്ഞു. എന്നിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ കൊളുത്തി വലിച്ചു മുറിവേൽപ്പിക്കുന്ന അറ്റമില്ലാത്ത സങ്കടക്കടലിൻ ആഴങ്ങളിൽ മുങ്ങിപ്പോയിരുന്നു. വിക്കി, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പ്രതികരണം ഇല്ലെന്നറിഞ്ഞിട്ടും ഭാഗ്യ വീണ്ടും പറഞ്ഞു. മാറാനുള്ള ഡ്രസ്സുകൾ അലമാരയിൽ നിന്നെടുത്തോളൂ. ഇതയക്കാൻ എൻ്റെ ഹെൽപ്പ് വേണ്ടല്ലോ, നോർമൽ ഡ്രസ്സിംഗ് അല്ലേ? ഭാഗ്യ അവളുടെ വേഷവിധാനത്തെ അടിമുടി നോക്കി പറഞ്ഞു. നേരാണ്, ഒരു പുതുപ്പെണ്ണിൻ്റേതായിട്ടുള്ള യാതൊരു ഒരുക്കവും ഉണ്ണിമായയിലും ഉണ്ടായിരുന്നില്ലല്ലോ. കല്യാണം കൂടാൻ വന്നവൾ കല്യാണപ്പെണ്ണായതല്ലേ? ഭാഗ്യത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അവൾ അതേയെന്ന് തലചിരിച്ചാട്ടി. എന്നാൽ ഞാൻ താഴേക്ക് ചെല്ലട്ടെ, മോളെ കുളിപ്പിക്കണം, കുറച്ചധികം ജോലികളുണ്ട്. ഇത് പറഞ്ഞു ഭാഗ്യ പടിയിറങ്ങിപ്പോകുന്നത് ഈറൽ മിഴികളോടെ ഉണ്ണിമായ നോക്കി നിന്നു. ഡ്രസ് മാറിക്കോ. ഗൗരവം നിറഞ്ഞ വിഘ്നേഷിൻ്റെ സ്വരം കേട്ട് അവൾ ഞെട്ടി. മറ്റെങ്ങോട്ടോ നോട്ടം മാറ്റി അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. സാർ, വിറയാർന്ന സ്വരത്താൽ ഉണ്ണിമായ അവനെ പിൻവിളിച്ചതും അവൻ നിശ്ചലനായി. ഉണ്ണിമായ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കൊന്ന് നോക്കി ഉടനെ അത് അഴിച്ചെടുത്തു. വിഘ്നേഷിൻ്റെ വലത് കൈ നീട്ടി പിടിച്ചെടുത്തു. താലി ആ കൈവളയിൽ വെച്ച് കൊടുക്കുമ്പോൾ അവളുടെ ഹൃദയം അകാരണമായി പിടഞ്ഞിരുന്നു. നിവർത്തികേട് കൊണ്ട് കെട്ടിപ്പോയ താലിയാണെന്നറിയാം. ഇതിൻ്റെ പരിശുദ്ധി എൻ്റെ കഴുത്തിൽ കിടന്ന് ഇല്ലാതാവരുത്. നിറഞ്ഞ മിഴികൾ അവൻ കാണാതിരിക്കാൻ ഉണ്ണിമായ വേഗം മുറിയിൽ കടന്നു വാതിലടച്ചു. ആ വാതിലിനോട് ചേർന്ന് നിന്നു വിതുമ്പിക്കരഞ്ഞു.
മുറിയുടെ വാതിലിൻ്റെ അപ്പുറം ഉണ്ണിമായുടെ മാനസികാവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ വിഘ്നേഷ് ആ വാതിലിൽ പതിയെ തലോടി. പിന്നെ ആ കൈ വിടർത്തി ആ മഞ്ഞച്ചരടിൽ കോർത്ത താലിയിലേക്കും നോക്കി. അലമാരയിൽ നിന്നും കിട്ടിയ പിങ്ക് നിറത്തിലുള്ള ചുരിദാർ ധരിച്ചു ഉണ്ണിമായ വാഷ്മുറിയിൽ നിന്ന് മുറിയിലേക്ക് ഇറങ്ങി വന്നു. തലയിൽ കുറേ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അവൾക്കൊരിറ്റ ആശ്വാസം കിട്ടിയ പോലെ തോന്നി. കരഞ്ഞതിൻ്റെ പ്രതിഫലമായിട്ട് കടുത്ത തലവേദനയുമുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകപ്പോടെ കണ്ണാടിക്ക് മുമ്പിൽ നിന്നതും പുറത്തു നിന്ന് ആരോ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ പോയി വാതിൽ തുറന്നു കൊടുത്തു. ഉണ്ണിമായ താഴേക്ക് വന്നോളൂ, നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് തന്നെ കാണാൻ എന്നും പറഞ്ഞു പോകുന്നവളെ ചുരിദാർ ഷോളിൻ്റെ അറ്റം തെരുവിടിച്ച് നോക്കി അവൾ നിന്നു. താഴെയുള്ളവർക്ക് മുമ്പിൽ കാഴ്ച വസ്തുവായി നിന്നു കൊടുക്കുമ്പോഴും മനസ്സ് നീറിക്കൊണ്ടിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഉണ്ണിമായുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. അതോർക്കെ കഴിക്കുന്നതൊന്നും തൊണ്ടക്കുഴിയിൽ നിന്നിറങ്ങാത്തതുപോലെ അവൾക്ക് തോന്നി. കഴിപ്പ് മതിയാക്കി അവൾ എഴുന്നേൽക്കുമ്പോഴും ആരും അതേപ്പറ്റി തിരക്കിയില്ല. ഫോണിലേക്ക് തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വെങ്കിടിയുടെ നമ്പറിലേക്ക് നോക്കി വിഘ്നേഷ് ഫോൺ കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എറിഞ്ഞു. പുറത്തു പെയ്യുന്ന ചാറ്റൽ മഴ നനച്ച കാറിൻ്റെ മുൻപിലെ ഗ്ലാസ് വൈപ്പറുകൾ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളം സമുദ്രയുടെ ഓർമ്മകളിൽ നൊന്തു നീറി. കരഞ്ഞു കലങ്ങിയ മിഴികളും നീറുന്നുണ്ട്. പിന്നെയും ആ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ അത് അറ്റൻഡ് ചെയ്ത് കാതോരം വെച്ചു. ഏട്ടാ, ഞാൻ പുറത്തുണ്ട്, ഇപ്പോൾ വരാം. ആകുലതയോടെ ചോദിക്കുന്നവനോട് സമാധാനത്തിൽ മറുപടി പറഞ്ഞു. അടുക്കളയിൽ ജോലിയെല്ലാം ഒരുവിധം ഒരുക്കി വെച്ചതും ഭാഗ്യ ഉണ്ണിമായയോട് മുറിയിലേക്ക് പോകാൻ പറഞ്ഞു. ഭാഗ്യ അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കൊടുക്ക്. ഗൗരവം നിറഞ്ഞ ഭാവത്തോടെ സുബ്ബലക്ഷ്മി ഭാഗ്യത്തെ നോക്കിയതും ഭാഗ്യ അതിഷ്ടപ്പെടാത്ത പോലെ തിരിഞ്ഞു നടന്നതും അവളിനി പാല് കൊണ്ടുവരില്ലേ എന്നവർ സംശയിച്ചു. പിന്നീട് ഭാഗ്യ അടുക്കളയിൽ നിന്ന് ഗ്ലാസ്സിൽ പാൽ നിറച്ച് പകച്ചു നിൽക്കുന്ന ഉണ്ണിമായുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് സുബ്ബലക്ഷ്മിയുടെ മുഖത്തൊരു പുഞ്ചിരി ഊറിയത്. മോള് കിടന്നോ, അവൻ വന്നോളും. ആ പുഞ്ചിരി മാറാതെ തന്നെ പടിക്കെട്ടിൽ നിൽക്കുന്ന ഉണ്ണിമായയോടും പറഞ്ഞു. അവൾ അനുസരണയോടെ തിരിഞ്ഞു നടന്നു. എനിക്ക് പണമില്ലെന്നും പറഞ്ഞ നിങ്ങളുടെ അമ്മക്ക് വലിയ പുകിലായിരുന്നല്ലോ. ഈ ഉണ്ണിമായക്ക് എന്തുണ്ടായിട്ടാണ് നിങ്ങളുടെ അമ്മ അവളെ വിക്കിയെ കൊണ്ട് താലി കെട്ടിച്ചത്? ബെഡ്ഷീറ്റ് നേരെ വിരിച്ച് തലയിണ കവറിൽ ഇടുന്നതിനിടെ ഭാഗ്യ ഈർഷ്യയോടെ വെങ്കിടിയോട് തിരക്കി. ഭാഗ്യ പ്ലീസ്, ഇനി നിന്റെ വായിലുള്ളതും കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. വിക്കിയും ഉണ്ണിമായും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അതിനിടയിൽ നീ ഇങ്ങനെ കുറ്റങ്ങൾ മെനഞ്ഞുണ്ടാക്കല്ലേ. വെങ്കിടി താക്കീതോടെ പറഞ്ഞെഴുന്നേറ്റ് പോയി. പാൽ ഗ്ലാസ് മുറിയിൽ കൊണ്ടുപോയി വെച്ചു ഉണ്ണിമായ ഭിത്തിയിൽ ചാരി നിന്നു. അപ്പുവിനെ ഓർത്ത് മനസ്സ് വല്ലാതെ വിങ്ങി. അവൻ തന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകുമോ എന്ന് ഓർക്കെ നിമിഷയെ വിളിച്ച് കാര്യം തിരക്കാനാണ് തോന്നിയത്. പക്ഷെ എങ്ങനെ? അവൾ സ്വയം ചോദിച്ചു. മുറിയിലേക്ക് കടന്നു വന്ന കാൽ പെരുമാറ്റം കേട്ടതും അവൾ പിന്തിരിഞ്ഞു നോക്കി. വിഘ്നേഷ് അവളെ നോക്കാതെ വാഷ്റൂമിൽ നിന്നും ടർക്കി എടുത്തു പോകുന്നത് കണ്ടു. സാർ, ആ ഫോണൊന്ന് തരുമോ? നിമിഷയെ വിളിക്കാനായിരുന്നു. ദയനീയമായി പറയുന്നവൾക്ക് നേരെ ഫോൺ നീട്ടി അവൻ മുന്നോട്ട് നടന്നു. ദീർഘമായി ഒന്ന് നെടുവീർപ്പിട്ടു അവൾ ആ ഫോണിൽ മുറുകെ പിടിച്ചു. നിമിഷയെ വിളിച്ച് അപ്പുവിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അവൻ ഭക്ഷണവും മരുന്നും കഴിച്ച് ഉറങ്ങിയെന്ന് കേട്ടപ്പോഴേ അവളുടെ മനസ്സിന് പാതി ആശ്വാസം തോന്നി. ഉണ്ണിമായേ, നീ ഓക്കെ ആണോ ചോദിക്കുമ്പോൾ നിമിഷയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അതിന് മറുപടിയായി നിറഞ്ഞു വരുന്ന മിഴി തുടക്കാതെ അവളും ഒന്ന് മൂളി. മിഴികൾ നിറഞ്ഞൊഴുകുന്നത് നിമിഷ കാണില്ലെന്ന ആശ്വാസത്തിൽ അവൾ ബെഡിലേക്കിരുന്നു. വിക്കി സാർ എന്താ പറയുന്നേ? എന്ത് പറയാൻ, സാറിൻ്റെ കയ്യിൽ ഞാൻ താലി അയച്ചു കൊടുത്തു. നാളെ ഞാൻ അങ്ങോട്ട് വരാം നിമിഷേ. ഇങ്ങോട്ടോ? ഉണ്ണിമായ പറയുന്നത് കേട്ട് നിമിഷ ഒന്ന് ഞെട്ടി. അവൾ ഇരുന്ന സോഫയിൽ നിന്ന് എഴുന്നേറ്റ്. പക്ഷേ കട്ടിലിൻ്റെ